അടുത്ത സോർട്ടിംഗ് മെത്തേഡിലേക്ക് വരികയാണ് ബബിൾ സോർട്ട്. Bubble sort algorithms that works. Bubble sort algorithm that works by repeatedly swapping. By repeatedly swapping the adjacent element. If they are in wrong order. If they are in wrong order. If they are in wrong order. ഇവിടെ ബബിൾ സോർട്ടിനകത്ത് നമ്മൾ ആ അറയ്ക്കകത്തുള്ള എലമെൻസിനെ അടുത്തടുത്ത് കിടക്കുന്ന എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അത് രണ്ടും സെയിം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്വാപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താണ് സോർട്ടിംഗ് പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഇവിടെയും പാസ് ഉണ്ട്, ഇവിടെയും കമ്പാരിസൺ ഉണ്ട്. കമ്പയർ ചെയ്യും, എലമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യും. അതിൻ്റെ അൽഗോരിതമാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. എല്ലാ അൽഗോരിതത്തിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് നമ്പർ 2, accept a value in n as the number of elements of the array. n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ. അപ്പോൾ എന്നിനൊരു വാല്യൂ നിങ്ങൾ സ്പെസിഫൈ ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ ചെയ്ത ആദ്യത്തെ 1-2 പ്രോസസ്സ് സെയിം തന്നെയാണ്, സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ n ഈസ് ഈക്വൽ ടു 5 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് എക്സെപ്റ്റ് n എലമെൻറ്റ്സ് ഇൻടു ദ അറേ AR. ഇവിടെ അറേയുടെ പേര് AR ആണ്. അതിലേക്ക് n എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാൻ, എക്സെപ്റ്റ് മീൻസ് ഇൻപുട്ട് ചെയ്യാൻ പറയുന്നു. സ്റ്റെപ്പ് 2 ആണ്, സ്റ്റെപ്പ് 3. ഓക്കെ, അപ്പം എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പം 5 മെമ്മറി ലൊക്കേഷനുള്ള ഒരു അറേ. 1 2 3 4 0 1 2 3 4. ഈ അറേയുടെ പേരാണ് AR. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇതിനകത്ത് വാല്യൂ ഞാൻ ഇടാൻ പോവാം, ഒരു വാല്യൂ ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. 23 12 7 11 4. 23 12 7 11 4. Step 4, repeat steps 5 to 7 n-1 times. ഇവിടെ n-1 എന്ന് പറയുന്നത് പാസ്സാണ് ഉദ്ദേശിക്കുന്നത്. n-1 എന്ന് പറയുന്നത് പാസ്സാണ്. 5 മുതൽ 7 വരെയുള്ള സ്റ്റെപ്സ് n-1 ടൈംസ് ചെയ്യാൻ. ഇവിടെ n-1 എന്ന് പറയുന്നത് 5 - 1 = 4 ടൈംസ് നമ്മൾ 5 to 7 വരെയുള്ള സ്റ്റെപ്സ്
നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 5, റിപ്പീറ്റ് സ്റ്റെപ്പ് 6 until the second large element of the list. Repeat step 6 until the second last element of the list. അടുത്ത സ്റ്റെപ്പ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് എലമെൻ്റ് ആവുന്നത് വരെ എന്താണോ സ്റ്റെപ്പ് 6 പറയുന്നത് അത് റിപ്പീറ്റഡ്ലി ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 6 എന്താണ് പറയുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ, compare two adjacent elements in the list. If they are not in the proper order, swap the elements. If they are not in the proper order, swap the elements. ആദ്യം ആദ്യത്തെ എലമെൻറ്റ് നിന്ന് തുടങ്ങണം. ആദ്യത്തെ എലമെൻറ്റും തൊട്ടടുത്ത് കിടക്കുന്ന എലമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യണം. അത് പ്രോപ്പർ ഓർഡറിലല്ല, അത് സെയിം അല്ല എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ നിങ്ങൾ എലമെൻറ്റ്സ് തമ്മിൽ നിങ്ങൾ സ്വാപ്പ് ചെയ്യണം. അത് എതുവരെ ചെയ്യണം? അണ്ടിൽ ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദി ലിസ്റ്റ് ആവുന്നത് വരെ കമ്പയർ ചെയ്യണം. ഞാനിനി ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 7, റിവൈസ് ദ ലിസ്റ്റ് ബൈ എക്സ്ക്ലൂഡിങ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ്. സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് വരെ നമ്മൾ കമ്പയർ ചെയ്ത് അറയ്ക്കകത്തുള്ള സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് വരെ നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ എന്താണോ അതിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ കറണ്ട് അറേ ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാസ്സാണ്. രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യും. ഇനീഷ്യൽ ലിസ്റ്റാണ്. ഇനീഷ്യൽ ലിസ്റ്റാണ്. ആദ്യം കമ്പയർ 23 12 കമ്പയർ ചെയ്യും. ഇത് രണ്ടും സെയിം ഓർഡറിലല്ല, നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലാർജസ്റ്റ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാപ്പ് ചെയ്ത് പോകണം. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണ്. 1 2 3 4 0 1 2 3 23 12 കമ്പയർ ചെയ്യും. സെയിം അല്ലല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? സ്വാപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം 12 ഇവിടെ വരും, 23 ഇവിടെ വരും, പിന്നെ 7 11 ആദ്യം ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് കമ്പാരിസൺ നടക്കുന്നത് 23 7 23 7 ഇത് സെയിം ആണോ? സെയിം ഓർഡറിൽ കിടക്കുന്നതാണോ? അല്ല. അപ്പോൾ എന്തോ ചെയ്യും? പിന്നെയും സ്വാപ്പ് ചെയ്യും. ട്വൽവ് 7 23 11 4 0 1 2 3 ഓക്കെ. പിന്നെ 23 11 നമ്മൾ കമ്പയർ ചെയ്യും. സെയിം ആണോ? അല്ല. പിന്നെ നമ്മളവിടെ സ്വാപ്പ് ചെയ്യും. ട്വൽവ് 7 11 23 0 1 2 3 സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് വരെ കമ്പാരിസൺ നടത്തണമെന്നാണ് പറയുന്നത്. ആറയ്ക്കകത്തുള്ള സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് വരെ കമ്പാരിസൺ നടത്താനാണ് പറയുന്നത്. അടുത്ത 23 4 കമ്പയർ ചെയ്യും. സെയിം ഓർഡറാണ്.
അല്ല. അപ്പം സ്വാപ്പ് ചെയ്യും. 12, 7, 11, 4, 23. Zero, 1, 2, 3. ഇതാണ് ഇനീഷ്യൽ പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ ലിസ്റ്റ് ഇതാണ്. രണ്ട് അഡ്ജസ്റ്റ് എലമെൻറ്റ്സ് കമ്പയർ ചെയ്ത് പോകും. അഡ്ജസ്റ്റ് എലമെൻറ്റ് സെയിം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. ഓക്കെ, അതുവരെ പോകണം. സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് വരെ കമ്പയർ ചെയ്യണം. ഇപ്പോൾ പാസ് 1 കഴിയുമ്പോഴേക്കും എനിക്ക് കിട്ടുന്നത് 12, 7, 11, 4, 23. ഓക്കെ, അപ്പം ആഫ്റ്റർ പാസ് 1, എനിക്ക് കിട്ടുന്നതാണ് ഇത്ര. പാസ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പറയുന്നത് ലാസ്റ്റ് എലമെൻ്റ് ഏതാണോ അതിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ സെയിം പ്രോസസ്സ് പിന്നെയും നമ്മൾ പെർഫോം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എലമെൻ്റ് എത്ര? 23 ആണ്. അപ്പോൾ 23യെ നമ്മളങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യും. ഇനി കൺസിഡർ ചെയ്യത്തില്ല. അടുത്ത കമ്പാരിസണിൽ നമ്മൾ കൺസിഡർ ചെയ്യാതെ നമ്മൾ ബാക്കിയുള്ള എലമെൻറ്റ്സ് കമ്പയർ ചെയ്യും. അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. Zero, 1, 2, 3. ഫാസ്റ്റ് ഇനി 12ഉം 7ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. 12ഉം 7ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ വരയ്ക്കാം. ഇതൊന്നും കൂടെ ഞാൻ വരയ്ക്കാം. 12, 7, 11, 4, 23. ഇത് നമ്മൾ എടുക്കത്തില്ല. 0, 1, 2, 3, 4. ഓക്കെ, ഇനി 12ഉം 7ഉമായിട്ട് നമ്മൾ കമ്പയർ. സെയിം ഓർഡർ ആണോ? സെയിം ഓർഡർ അല്ല. എന്തോ സെയിം? സ്വാപ്പ് ചെയ്യും. അപ്പം 7, 12, 11, 4, 23 തന്നെയാണ്. നമ്മളവിടെ അതിലെടുക്കത്തില്ല. ഇതുവരെ നമ്മൾ കമ്പയർ ചെയ്തു. ഈ ഭാഗം നമ്മൾ എടുക്കത്തില്ല. Zero, 1, 2, 3. അടുത്ത 12ഉം 11ഉമായിട്ട് കമ്പയർ ചെയ്യും. രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ സ്വാപ്പ് ചെയ്യും. അപ്പം 7, 11, 12, 4, 20. Zero, 1, 2, 3. അടുത്ത നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് 12ഉം 4ഉമായിട്ടാണ്. 12ഉം 4ഉമായിട്ട് കമ്പയർ. സെയിം ഓർഡറിലാണോ? അല്ല. അപ്പോൾ എന്താ സംഭവിക്കും? 7, 11, 4, 12, 20. 0, 1, 2, 3, 4. 0, 1, 2, 3, 4. ഓക്കെ, പിന്നെ കമ്പയർ ചെയ്യാനൊന്നുമില്ല. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? അടുത്ത സ്റ്റെപ്പ് പറയുന്നത് റിവൈസ് ദ ലിസ്റ്റ് ബൈ എക്സ്ക്ലൂഡിങ് ദ
എലമെൻറ്റ് ഇൻ ദ കറണ്ട് ലിസ്റ്റ്. കറണ്ട് ലിസ്റ്റിലെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 12 എന്നുള്ളത് നമുക്ക് മാറ്റി കിട്ടും. അപ്പം പാസ് 2 കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ഈ ആഫ്റ്റർ പാസ് അടുത്ത പാസ് 3. 3 എലമെന്റ് ഇനി കമ്പയർ ചെയ്താൽ മതി. പാസ് 3 ഇതേ സാധനം ഞാൻ മേളിൽ വരയ്ക്കാൻ പോവാം. ഇതേ അറേ ഞാനിവിടെ വരയ്ക്കാൻ പോവാം. പാസ് 3 7 11 4 12 23. Zero, 1, 2, 3. ഇനി നമ്മൾ പാസ് 3 ചെയ്യാൻ പോകണം അല്ലേ. അവസാനത്തെ 2 എലമെൻറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. അതിന് നമ്മൾ നോക്കണ്ട. ലാർജസ്റ്റ് എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ 7ഉം 11ഉമായിട്ട് കമ്പയർ ചെയ്യും. 7ഉം 11ഉമായിട്ട് കമ്പയർ ചെയ്യും. സെയിം ആണോ? അല്ല. അല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്ചേഞ്ച് സെയിം ആണോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ഏതാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 11 ആണ് സെയിം ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് 11 ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ സ്വാപ്പിംഗ് നടക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പോൾ 7 11ഉമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, സെവനും 11ഉമായിട്ട് കമ്പയർ ചെയ്യും. സെയിം ഓർഡറിൽ കിടക്കുന്നത് കൊണ്ട് നമ്മളത് കമ്പയർ ചെയ്യണം. കാരണം ലാർജസ്റ്റ് എലമെൻറ്റ് 11 ആയതുകൊണ്ട് അത് നമ്മൾ മാറ്റേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ എങ്ങനെ എഴുതണം? 7 7 11 4 12 23. 0 1 2 3. അടുത്ത 11ഉം 4ഉമായിട്ട് കമ്പയർ ചെയ്യും. നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് നമുക്കത് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ 11ഉം 4ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. സെയിം ഓർഡർ ആണോ? അല്ല. ഗ്രേറ്റസ്റ്റ് ഏതാണ് കിടക്കുന്നത്? 11 ആണ് കിടക്കുന്നത് അല്ലേ. അതിനെ നമ്മൾ റൈറ്റ് പൊസിഷനിലേക്ക് മാറ്റണം. Seven, 4, 11, 12, 20. 0, 1, 2, 3. After pass 3 എനിക്ക് എന്ത് കിട്ടും? 7 4 11 12 23. ഓക്കെ, അടുത്ത എന്താണ്? റിവൈസ് ദ ലിസ്റ്റ് ബൈ എക്സ്ക്ലൂഡിങ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ ദ കറണ്ട് ലിസ്റ്റ്. ഇപ്പം ആഫ്റ്റർ പാസ് കഴിയുമ്പോൾ 7 4 11 12 23. അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ആ ലിസ്റ്റിനെ റിവൈസ് ചെയ്യണം. എങ്ങനെ റിവൈസ് ചെയ്യണം? ലാസ്റ്റ് എലമെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട്, ഇപ്പോഴത്തെ കറണ്ട് ലിസ്റ്റിലെ ലാസ്റ്റ് എലമെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പർട്ടിക്കുലറെ റിവൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം 3 ലൊക്കേഷൻ എനിക്ക് സോർട്ട് ചെയ്തുകൊണ്ട്
after pass 3. ഇനി pass 4. Pass 4. പാസ് 3 കഴിയുമ്പോഴേക്കും എനിക്ക് കിട്ടുന്നത് 7, 4, 11, 12, 23. ആഫ്റ്റർ പാസ് 3 കഴിയും കിട്ടുന്നത് 7, 4, 11, 23. അതിനകത്ത് 0, 1, 2, 3, 4 പൊസിഷൻ എടുക്കണ്ട. 0, 1, 2, 3, 4 അതിൽ 3 പൊസിഷൻ എനിക്ക് വേണം, കാരണം നമ്മൾ അത് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്ന 7ഉം 4ഉമായിട്ട് കമ്പയർ ചെയ്യും. അത് സെയിം ഓർഡറാണോ നോക്കും. അല്ല, 7 ആണ് ഗ്രേറ്റസ്റ്റ് ഓർഡറിൽ കിടക്കുന്നത്. ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് 7 ആണ്. അപ്പോൾ നമ്മളതിനെ സ്വാപ്പ് ചെയ്യും. നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് അതിനെ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കും? 4 ഇപ്പുറത്ത് വരും, 7 അപ്പുറത്ത് വരും, 11, 12, 2. ഹലോ, അപ്പം 4ാമത്തെ പാസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത് സോർട്ടഡ് അറേ ആയിട്ട് ഫോം ചെയ്ത് കിട്ടി. 4, 7, 11, 12, 23. ആഫ്റ്റർ പാസ് അടുത്ത സ്റ്റെപ്പ് 8 പറയുന്നത് പ്രിന്റ് ദ സോർട്ടഡ് അറേ AR. ഈ അറേ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് രണ്ടിനകത്ത് നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ബബിൾ സോർട്ടിനകത്ത് ലാർജസ്റ്റ് എലമെൻറ്റിനെ റൈറ്റിലേക്ക് നമ്മൾ ബബിൾ ചെയ്ത് പോകണം. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ബബിൾ ചെയ്ത് പോകണം ബൈ കമ്പയറിങ് ദ അഡ്ജസൻറ്റ് എലമെൻറ്റ്. If there is n elements in the array, there must be n-1 പാസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സോർട്ടിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ 5 ആയിരുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് എത്ര പാസ് വേണ്ടി വന്നു? 4 പാസ് വേണ്ടി വന്നത്. ഒറ്റ തവണ ഇത് ഈ ലെക്ചർ നോട്ട് കണ്ടാൽ മനസ്സിലാകത്തില്ല. 2, 3 തവണ കാണുക, അതുപോലെ 2 തവണ എഴുതി നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആവത്തുള്ളൂ. ഈ സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും.